ബഹുമാനായ സജി ചെറിയാൻ അവതരിപ്പിച്ച വിഷയം അത് വലിയ തോതിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പ്രതികൂലമായി ബാധിച്ചു എന്നതാണ് നൽകിയ മറുപടികളൊക്കെ കാണിക്കുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ ബഹുമാനായ മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബഹുമാനായ മന്ത്രി ഇടപെടുകയും അങ്ങ് പതിവിൽ നിന്ന് വിപരീതമായി അത് അനുവദിക്കുകയും അങ്ങനെ അദ്ദേഹം ബഹുമാനായ ഫിഷറീസ് മന്ത്രിക്ക് എന്തോ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അല്പം കഴിവുകേടുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരിടപെടൽ അങ്ങ് ദയവായിട്ട് അങ്ങ് അത് പറഞ്ഞിട്ടുണ്ടായി. അങ്ങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പാടില്ലല്ലോ. മറ്റൊരു മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് അങ്ങേപ്പോലൊരാള് സഭയിൽ പാടില്ലാത്തൊരു കാര്യം നടന്നാൽ അത് വിട്ടുകള അദ്ദേഹത്തിന് മനസ്സിലായി. ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇടപെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ലാലോ. അങ്ങേക്ക് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ ഇടപെടാൻ പാടില്ല. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ. അങ്ങനെ ദയവായിട്ട് പ്ലീസ് 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 സഭ ഓർഡറിലാക്കൂ. പ്ലീസ് ഇരിക്കൂ. നിങ്ങൾ ഇരിക്കൂ. അദ്ദേഹം ഹീസ് ഓൺ ഹിസ് ലെഗ്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോണ്ടിരിക്കുക. അതിനെ നിങ്ങൾ ഒബ്ജക്ട് ചെയ്യണോ? അവിടെ ഇരിക്കൂ. അദ്ദേഹം സംസാരിക്കട്ടെ. ദയവായിട്ട് പ്ലീസ് 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 റെസ്യൂം യുവർ സീറ്റ്. അടിയന്തര പ്രമേയത്തിന് പ്ലീസ് സർ, ഞാനത് എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എന്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വിട്ടുകയാണ്. അദ്ദേഹം പറയട്ടെ. അതിനുള്ള സാവകാശം നിങ്ങൾ കൊടുക്കൂ. ഞാൻ എന്റെ അഭിപ്രായത്തെ കുറിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ നടപടി എന്ത് എന്നുള്ളത് അദ്ദേഹം പറയും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇരിക്കൂ. സർ, ഞാൻ ആരെയും അവമാനിച്ചില്ല. അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. അതാണ് ഇവിടെ ഉണ്ടായത്. അത് പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. മുഖ്യമന്ത്രിക്ക് അങ്ങ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ അടിയന്തര പ്രമേയം വന്ന ഘട്ടങ്ങളിലെല്ലാം പല സന്ദർഭങ്ങളിൽ പല മന്ത്രിമാരും മറുപടി കൊടുക്കുന്ന അവസരത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി, ലോ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അതിനിടയിൽ ഇടപെട്ട് സംസാരിച്ചതിന്റെ റെക്കോർഡ് ഈ സഭയിലുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് റെക്കോർഡിലുണ്ട്. ഇവിടെ ശ്രീ സജി ചെറിയാൻ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിനോട് വഴങ്ങുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വഴങ്ങിയില്ല. ആ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരു വിഷയമാണ് ശ്രദ്ധയിൽ പഴയ ഒരു കാര്യം ആണ് അദ്ദേഹം പറഞ്ഞത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി മറുപടി വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ കാര്യം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു. അത് ഒരിക്കലും അങ്ങയെ പോലുള്ള ഒരാൾ ആ ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങ് ഇവിടെ ഈ സഭയിൽ നടത്തിയ പരാമർശം അങ്ങ് പിൻവലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സഭാ നടപടികളിൽ നീക്കം ചെയ്യണം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആദ്യം കാണേണ്ടത്, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പാർലമെന്ററി കാര്യമന്ത്രിയോ നിയമമന്ത്രിയോ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നയാളുടെ സംസാരം അവസാനിച്ചതിന് ശേഷമാണ്. അതല്ല ഇവിടെ ഉണ്ടായത്. ഞാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരാളാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട്
നേരത്തെ മന്ത്രിയായിരുന്ന ഒരാൾ ഇപ്പൊ പുതുതായിട്ട് വന്നയാൾക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമാറുള്ള ഒരു ഇടപെടൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്നല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല. അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ ഏതായാലും മത്സ്യത്തൊഴിലാളി മേഖലയിൽ അതീവ ഗുരുതരമായ പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിച്ച് സമർത്ഥിക്കാൻ നോക്കിയാലും നമ്മുടെ കടലിൻ്റെ മക്കൾ വല്ലാത്ത ആശങ്കയിലാണ്. കാരണം കടല് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് ഏറ്റവും പ്രധാനം. സർ, നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ ഒരു കാലത്തും ദാരിദ്ര്യം വിട്ടുമാറാത്തൊരവസ്ഥയിൽ കഴിയുന്നൊരു വിഭാഗമാണ്. എല്ലാവർക്കും ആ വിഭാഗത്തിൻ്റെ പ്രയാസങ്ങൾ അറിയാവുന്നതാണ്. സർ, ഈ മത്സ്യബന്ധനത്തിന് സൗകര്യമില്ലാത്ത പഞ്ഞമാസങ്ങളാകുമ്പോൾ, ട്രോളിംഗ് നിരോധനവും കൂടി വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അവരെ സഹായിക്കാൻ തയ്യാറാകാറുണ്ട്. ട്രോളിംഗ് നിരോധനം മാത്രമല്ല, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു, കടൽക്ഷോഭം വരുന്ന നിലയുണ്ട്. ഇതൊക്കെ വലിയ തോതിൽ മുഴുപട്ടിണിയിലേക്ക് തന്നെ ആ വിഭാഗത്തെ എടുത്തെറിയുന്ന നിലയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ഞമാസ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്ന നില നേരത്തെ മുതൽ സ്വീകരിച്ചു വരുന്നത്. സർ, ഇവിടെ അത് കൃത്യമായി നൽകിയില്ല എന്നതാണ് ബഹുമാനായ സജി ചെറിയാൻ ഇവിടെ ഉന്നയിച്ച പ്രശ്നം. സർ, മെയ് മുതൽ ജൂലൈ വരെ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ 3 ഗഡുക്കൾ നൽകുക എന്നതാണ് സ്വീകരിക്കുന്ന നില. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുമ്പോൾ ചിലയിടത്ത് തുടങ്ങി, ചിലയിടത്ത് തുടങ്ങാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ആനുകൂല്യങ്ങൾ നൽകുമെന്നല്ലാതെ എപ്പോഴേക്ക് നൽകുമെന്ന് പറയാൻ പറ്റിയില്ല. സർ, ഈ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഉള്ളതാണ്. ഈ ഗുണഭോക്തൃ വിഹിതം ഒടുവിൽ കിട്ടിയിട്ടുള്ളത് 21 കോടിയോളം രൂപയാണ്. സർ, ഈ പറഞ്ഞതുപോലെ ഗുണഭോക്തൃ വിഹിതവും സംസ്ഥാന സർക്കാർ വിഹിതവും കേന്ദ്ര വിഹിതവും 1500 രൂപ വീതമാണ് കണക്കാക്കിയിട്ടുള്ളത്. $4500 രൂപ ധനസഹായം നൽകുന്നത് 6000 രൂപയായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. ഈ തുക കൃത്യമായി വിതരണം ചെയ്തില്ല എന്നതാണ് ബഹുമാനനായ സജി ചെറിയാൻ ഇവിടെ ഉന്നയിച്ചത്. ഈ വിതരണം ചെയ്യാതിരിക്കൽ പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന ഒരു നടപടിയാണ്. സർ, എല്ലാ കാലത്തും കേന്ദ്രവിഹിതം വൈകാറുണ്ട്. വൈകുന്നു എന്നുള്ളത് കൊണ്ട് അത് നൽകാതിരിക്കുന്ന നിലയല്ല സ്വീകരിക്കാറ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ അത് വഹിച്ചുകൊണ്ട്, കേന്ദ്രവിഹിതം കൂടി വഹിച്ചുകൊണ്ട് കൊടുക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ എപ്പോൾ കൊടുക്കുമെന്ന് കഴിഞ്ഞ 24-ന് ചോദ്യം വന്നപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നതും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മത്സ്യത്തൊഴിലാളി, അനുബന്ധ തൊഴിലാളി, ഫീലിംഗ് തൊഴിലാളി ഇതെല്ലാം ട്രോളിംഗ് നിരോധന ഘട്ടത്തിൽ വലിയ തോതിൽ വിഷമമനുഭവിക്കുന്നവരാണ്. അതിൻ്റെ എല്ലാം ആശ്വാസം അവർക്കെല്ലാം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൗജന്യ റേഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നത്. ട്രോളിംഗ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കുമ്പോൾ ട്രോളിംഗ് നിരോധന ഘട്ടം, ആ ഘട്ടത്തിൽ തൊഴിലാളിയുടെ
വായ്പകൾക്ക് മൊറട്ടോറിയം സാധാരണ പ്രഖ്യാപിക്കാറുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. സർ, ഇവിടെ എല്ലാ തരത്തിലും മത്സ്യത്തൊഴിലാളിക്ക് അവഗണന വരുന്നുവെന്നാണ് നാം കാണേണ്ടത്. കഴിഞ്ഞ ബജറ്റിലുള്ള കുറവിൻ്റെ കാര്യം, കഴിഞ്ഞ ബജറ്റിൽ നിന്ന് കുറവ് വന്ന കാര്യം ഇവിടെ ഉന്നയിച്ചു. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടിയും പറഞ്ഞു. സർ, ആളുകളിൽ വലിയ തോതിൽ ആശങ്ക നിലനിൽക്കുകയാണ്. ഈ പുനർഗേഹം പദ്ധതി എന്തായിരിക്കും അതിൻ്റെ ഭാവി എന്നതിൽ വലിയ ആശങ്കയാണ്. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായിട്ട് 2652 വീടുകൾ പൂർത്തിയായതാണ്. 738 ഫ്ലാറ്റുകളും പൂർത്തിയായതാണ്. ആ പൂർത്തിയായത് തന്നെ. പക്ഷേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1271 വീടും 788 ഫ്ലാറ്റുകളും നിർമ്മാണത്തിലാണ്. ആ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ആ വിവിധ ഘട്ടത്തിൽ കിടക്കുന്ന ആ നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഫ്ലാറ്റിൻ്റെയും വീടുകളുടെയും ഭാവി എന്തായിരിക്കും, അതിനെക്കുറിച്ച് വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല എന്നത് നാം കാണണം. പുതിയ ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പണി പൂർത്തീകരിക്കേണ്ട ആ വീടുകൾ, ഫ്ലാറ്റുകൾ പൂർത്തീകരിക്കേണ്ടതല്ലേ? അതിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളിയുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ്, മറൈൻ ആംബുലൻസ്, കടൽ സുരക്ഷ, ഇതെല്ലാം നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പരിപാടികളാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ കാണാനില്ല. അപ്പോൾ എല്ലാ തരത്തിലും മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ തോതിൽ അവഗണന വരുന്നുവെന്ന ആശങ്കയാണ് തൊഴിലാളി വിഭാഗത്തിനുള്ളത്. കടല് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുമോ, കുത്തകകളുടെ കയ്യിലേക്ക് പോകുമോ? അതോടൊപ്പം തന്നെ നാം ഇപ്പോൾ പ്രഖ്യാപിച്ച കപ്പൽ പാതയുടെ കാര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംഘടനകളുമായി ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഉന്നയിക്കാനുള്ളത്. അതേപോലെ തന്നെ ധാതുഖനന മേഖല കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾക്ക് കടുത്ത ആശങ്ക ഉയർന്നു വരാൻ ഇടയുണ്ട്. മത്സ്യത്തൊഴിലാളി നമ്മുടെ കേരളത്തിൻ്റെ സേനയാണ്. ആ സേനയ്ക്ക് ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാകാതിരിക്കുക എന്നത് പ്രധാനമാണ്. അവരുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാതിരിക്കണം. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട സമാശ്വാസ നടപടികൾ കൃത്യമായി നൽകുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും ഇറങ്ങിപ്പോക്ക് നടത്തുകയാണ്.